വെൽക്കം ബാക്ക്. സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ് ഈ പറയുന്ന ടോപ്പിക്കിന്റെ കുറച്ച് MCQs ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന്റെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്ര പരിസരത്തു കൂടെയുള്ള റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ സമരം ഏതാണ്? കുട്ടൻകുളം സമരം. നമ്മൾ കുട്ടൻകുളം സമരമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പഠിച്ചതാണ്. തൃശ്ശൂരിലെ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടന്ന സമരം ഏതാണ്? അതും കുട്ടൻകുളം സമരമാണ്. കുട്ടൻകുളം സമരം നടന്ന വർഷം എന്നാണ്? 1946. കുട്ടൻകുളം സമരം നടന്നത് എവിടെയാണ്? ഏത് സ്ഥലത്ത് വെച്ചാണ്? ഇരിങ്ങാലക്കുട, തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട. വഴിനടക്കൽ സമരം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ്? കുട്ടൻകുളം സമരമാണ്. വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹം ഏതാണ്? അത് ശുചീന്ദ്രം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹം ശുചീന്ദ്രം സത്യാഗ്രഹമാണ്. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? 1926 ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത്. ഇത് ആരംഭിച്ചത് എന്നാണ്? 1926 ഫെബ്രുവരി 19 ശുചീന്ദ്ര സത്യാഗ്രഹം ആരംഭിച്ചത്. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ഡോക്ടർ M.E. നായിഡു. നമ്മൾ പഠിച്ചതാണ് ക്ലാസ്സിൽ. ഡോക്ടർ M.E. നായിഡു ആയിരുന്നു ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്. അടുത്ത് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം എന്നാണ്? 1918. ആനന്ദ മഹാസഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച ആനന്ദ മഹാസഭയുടെ ഉപാധ്യക്ഷ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പത്നിയായ യോഗിനി ദേവിയാണ്. യോഗിനി മാതാവ് എന്ന് പറയും. ആനന്ദ മഹാസഭയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? T. രാമപ്പണിക്കരായിരുന്നു ആനന്ദ മഹാസഭയുടെ ആദ്യ സെക്രട്ടറി. പുരുഷ സിംഹം എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പുരുഷ സിംഹം എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആലത്തൂരിലാണ് കേട്ടോ. ആലത്തൂരിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത്. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം തളി ക്ഷേത്ര സമരമാണ്. തളി ക്ഷേത്ര സമരമാണ് അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. 1917 ഇത് നടന്നത്. തളിക്ഷേത്ര സമരം നടന്ന വർഷം 1917. കോഴിക്കോട്ടെ തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരം ഏതാണ്? തളിക്ഷേത്ര പ്രക്ഷോഭം. തളിക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കൾ ആരൊക്കെയായിരുന്നു? C. കൃഷ്ണൻ, K.P. കേശവമേനോൻ, K. മാധവൻ നായർ, മാഞ്ചേരി രാമയ്യർ എന്നിവരാണ് തളിക്ഷേത്ര പ്രക്ഷോഭം നയിച്ച പ്രധാനപ്പെട്ട നേതാക്കൾ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടുന്നതിനായി സ്ഥാപിച്ച സംഘടന ഏതാണ്? ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘമാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടുന്നതിനായി സ്ഥാപിച്ച സംഘടന. ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ നവോത്ഥാന നായകൻ ആരാണ്? ശുഭാനന്ദ ഗുരുദേവനാണ്. ശുഭാനന്ദ ഗുരുദേവനാണ് ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ നവോത്ഥാന നായകൻ. അടുത്ത് ആത്മബോധോദയ സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ശുഭാനന്ദ ഗുരുദേവനാണ്. ആത്മബോധോദയ സംഘം സ്ഥാപിക്കപ്പെട്ട ഏത് വർഷത്തിലാണ്? 1926. ആത്മബോധോദയ സംഘത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ചെറുകോലാണ്. മാവേലിക്കരയിലെ ചെറുകോലാണ് ആത്മബോധോദയ സംഘത്തിന്റെ ആസ്ഥാനം. അടുത്ത് അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച സ്ഥാപിത സംഘടന ഏതാണ്? ആത്മവിദ്യാസംഘമാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം ആരംഭിച്ച വർഷം 1917. ആത്മവിദ്യാസംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന സ്ഥലം ഏതാണ്? മലബാറാണ്. മലബാറാണ് ആത്മവിദ്യാസംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന സ്ഥലം. ആത്മവിദ്യാസംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം കോഴിക്കോട് കരക്കാടാണ്. കോഴിക്കോട് കരക്കാടാണ് ആത്മവിദ്യാസംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം. ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിത ഏതാണ്? സ്വതന്ത്ര ചിന്താമണി. നമ്മൾ പഠിച്ചതാണ്. സ്വതന്ത്ര ചിന്താമണിയാണ് ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിത. സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവ് ആരായിരുന്നു? വാഗ്ഭടാനന്ദനാണ്.
ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകം ഏതാണ്? ആത്മവിദ്യയാണ് കേട്ടോ. ആത്മവിദ്യയാണ് ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകം. വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലം പുന്നപ്രയാണ്. 1932 അപ്പൊ വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലം പുന്നപ്രയാണ്. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം എന്തായിരുന്നു? അഭിനവ കേരളം. അഭിനവ കേരളമാണ് ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം. 1921 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വാരിക ഏതായിരുന്നു? അഭിനവ കേരളമാണ്. ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക ഏതായിരുന്നു? ആത്മവിദ്യാ കാഹളമാണ് കേട്ടോ. ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക ആത്മവിദ്യാ കാഹളമാണ്. അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. നമ്മളിത് പഠിച്ചതാണ്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് പഠിച്ചതാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനൊക്കെയാണ് അദ്ദേഹം. SNDPയുടെ മാതൃകയിൽ വക്കം മൗലവി ആരംഭിച്ച സംഘടന ഏതായിരുന്നു? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിതമായ വർഷം എന്തായിരുന്നു? 1918. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിതമായ സ്ഥലം ഏതായിരുന്നു? നിലയ്ക്കമുക്കാണ്. ചിറയൻകീഴിലെ നിലയ്ക്കമുക്ക്. അടുത്ത സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടന ഏതായിരുന്നു? കേരള സഹോദര സംഘമാണ്. സഹോദര സംഘം സ്ഥാപിച്ച വർഷം ഏതായിരുന്നു? 1917. സഹോദര സംഘത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരുന്നു? മിശ്രവിവാഹവും മിശ്രഭോജനവും വഴി ജാതി നശീകരണമായിരുന്നു സഹോദര സംഘത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അടുത്ത സഹോദര സംഘത്തിന്റെ നേതൃത്വത്തിൽ 1917 ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രക്ഷോഭം ഏതായിരുന്നു? ജാതി രാക്ഷസ ദഹനം. സഹോദര സംഘത്തിന്റെ മുഖപത്രം എന്തായിരുന്നു? സഹോദരനായിരുന്നു. ഓക്കെ, സഹോദര സംഘത്തിന്റെ മുഖപത്രം സഹോദരനാണ്. മനുഷ്യരെല്ലാവരും സഹോദരരാകുന്നു എന്ന പ്രഥമ വാക്യത്തോടെ അച്ചടിച്ചിരുന്ന മാഗസീൻ ഏതായിരുന്നു? സഹോദരനാണ്. സഹോദരൻ എന്ന പത്രം ആരംഭിച്ച സ്ഥലം ഏതായിരുന്നു? മട്ടാഞ്ചേരി. സഹോദരൻ പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? സഹോദരൻ അയ്യപ്പൻ. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണം ഏതായിരുന്നു? സഹോദരൻ. ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതായിരുന്നു? വേലക്കാരൻ. നമ്മളിതൊക്കെ പഠിച്ചതാണ്. സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ചേറായിൽ ആരംഭിച്ച സംഘടന ഏതാണ്? വിദ്യാപോഷിണിയാണ്. വിദ്യാപോഷിണിയാണ് സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ചേറായിൽ ആരംഭിച്ച സംഘടന. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ രൂപീകരിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന മാതൃകയാക്കി സ്ഥാപിച്ച സംഘടന ഏതാണ്? NSS ആണ്. നായർ സർവീസ് സൊസൈറ്റി. അടുത്ത് നോക്കിയ മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന ഫലമായി നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി രൂപം കൊണ്ട സംഘടന ഏതാണ്? NSS ആണ്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതായിരുന്നു? 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത്. NSSന്റെ ആസ്ഥാനം എവിടെയാണ്? പെരുന്നയാണ്. ചങ്ങനാശ്ശേരി കോട്ടയത്തെ പെരുന്നയാണ് NSSന്റെ ആസ്ഥാനം. നായർ സർവീസ് സൊസൈറ്റി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് എന്തെന്നായിരുന്നു? നായർ ഭൃത്യജന സംഘം. നമ്മൾ ഇത് ക്ലാസ്സിൽ പറഞ്ഞതാണ്. നായർ ഭൃത്യജന സംഘം എന്നാണ് NSSന്റെ ആദ്യകാല രൂപം. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? കപ്പന കണ്ണൻ മേനോനാണ്. കപ്പന കണ്ണൻ മേനോനാണ് നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത്. നായർ ഭൃത്യജന സംഘം നായർ സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം എന്നായിരുന്നു? 1915 ജൂലൈ 11 NSSന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ മഹാസമ്മേളനം നടന്ന വർഷം 1916 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്ത വർഷം 1925 NSSന് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി K പരമപിള്ളയാണ്. പരമപിള്ള. NSSന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു. NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? K കേളപ്പൻ. NSSന്റെ ആദ്യ ട്രഷറർ ആരായിരുന്നു? പനങ്ങാട്ട് കേശവ പണിക്കരായിരുന്നു. പനങ്ങാട്ട് കേശവ പണിക്കരായിരുന്നു NSSന്റെ ആദ്യ ട്രഷറർ. NSSന്റെ മുഖപത്രം എന്തായിരുന്നു? സർവീസ് ആയിരുന്നു. സർവീസ് ആയിരുന്നു NSSന്റെ മുഖപത്രം. സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ഏതാണ്? കറുകച്ചാലാണ്. കറുകച്ചാലാണ്
സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് എവിടെയായിരുന്നു? കറുകച്ചാലായിരുന്നു, കോട്ടയം. കറുകച്ചാൽ NSS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? കേളപ്പനായിരുന്നു കേട്ടോ. കേളപ്പനായിരുന്നു കറുകച്ചാൽ NSS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ. NSSന്റെ ആദ്യ കോളേജ് ആരംഭിച്ചത് എവിടെയായിരുന്നു? ചങ്ങനാശ്ശേരിയാണ് കേട്ടോ. NSS ഹിന്ദു കോളേജ് ചങ്ങനാശ്ശേരി. NSS ഹിന്ദു കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പാൾ ആരായിരുന്നു? TK നാരായണ അയ്യർ ആയിരുന്നു. TK നാരായണ അയ്യർ. NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് എവിടെയാണ്? പന്തളത്തായിരുന്നു NSSന്റെ ആദ്യ ആശുപത്രി ആരംഭിച്ചത്. NSS സംഘടനയുടെ മറ്റു പേരുകൾ എന്തൊക്കെയായിരുന്നു? മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നൊക്കെയായിരുന്നു NSSന്റെ മറ്റു പേരുകൾ. NSSന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്ന വർഷം എന്നായിരുന്നു? 1916. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്ത വർഷം 1925. NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടി ഏതായിരുന്നു? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. NSSന്റെ ആദ്യ കരയോഗം നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു? തട്ടയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. തട്ടയിൽ, പത്തനംതിട്ടയിലെ തട്ടയിൽ വെച്ചിട്ടായിരുന്നു NSSന്റെ ആദ്യ കരയോഗം നടന്നത്. എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റി ആണ് എന്ന് പറഞ്ഞത് ആരാണ്? ആരുടെ വാക്കുകളാണിത്? മന്നത്ത് പത്മനാഭന്റെ വാക്കുകളാണ് കേട്ടോ. മന്നത്ത് പത്മനാഭന്റെ വാക്കുകളാണ് എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റി എന്നുള്ളത്. മന്നത്ത് പത്മനാഭൻ NSS പ്രസിഡന്റ് ആയ വർഷം ഏതാണ്? 1945. NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, NDP. NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് എവിടെയാണ്? നമ്മൾ പറഞ്ഞു, പന്തളത്തായിരുന്നു. NSSന്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനം ഏതായിരുന്നു? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് ആരായിരുന്നു? പന്തളം KP രാമൻപിള്ളയായിരുന്നു. വേലുത്തമ്പി മെമ്മോറിയൽ NSS കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ധനുവച്ചപുരമാണ്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ ധനുവച്ചപുരം. പഴശ്ശിരാജ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മട്ടന്നൂരാണ്, കണ്ണൂരിലെ മട്ടന്നൂർ. മഹാറാണി സേതു പാർവതിഭായി NSS വിമൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നീറമൺകരയാണ്, തിരുവനന്തപുരത്തെ നീറമൺകര. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടന എന്തായിരുന്നു? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അല്ലെങ്കിൽ PRDS. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ, അല്ലെങ്കിൽ പൊയ്കയിൽ കുമാര ഗുരുദേവൻ, അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ പറയും. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം എന്നായിരുന്നു? 1909 PRDS സ്ഥാപിതമായത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ഇരവിപേരൂരാണ്, പത്തനംതിട്ടയിലെ ഇരവിപേരൂർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങൾ എവിടെയാണ്? അമരകുന്ന്, ഉദിയൻകുളങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ രക്ഷാധികാരി ആരായിരുന്നു? കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രം എന്തായിരുന്നു? ആദിയാർ ദീപമാണ്. നോട്ട് ചെയ്തോളണം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രം ആദിയാർ ദീപം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം യോഹന്നാൻ അറിയപ്പെട്ടിരുന്ന പേരുകൾ എന്തൊക്കെയായിരുന്നു? പൊയ്കയിൽ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ എന്നൊക്കെയുള്ളതായിരുന്നു. നമ്പൂതിരി സമുദായത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടന ഏതായിരുന്നു? യോഗക്ഷേമ സഭയാണ്. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം എന്നായിരുന്നു? 1908 ജനുവരി 31. ആലുവയിലായിരുന്നു സ്ഥാപിതമായത്. യോഗക്ഷേമ സഭയുടെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ പ്രഥമ അധ്യക്ഷൻ. ഇതിലെ പ്രധാന അംഗമായിരുന്ന വ്യക്തി ആരായിരുന്നു? VT ഭട്ടതിരിപ്പാടാണ് കേട്ടോ. VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭയിലെ അംഗമായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തി. യോഗക്ഷേമ സഭയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധവിവാഹം തടയുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു. അടുത്ത് നോക്കി, യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയില്. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതായിരുന്നു. യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്തായിരുന്നു? മംഗളോദയമാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രം. യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകൾ ഏതൊക്കെയായിരുന്നു? മംഗളോദയം, യോഗക്ഷേമം, ഉണ്ണി നമ്പൂതിരി തുടങ്ങിയവയാണ്. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? ചങ്ങമ്പുഴയായിരുന്നു മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ. യോഗക്ഷേമ സഭയുടെ വാർഷിക സമ്മേളനങ്ങളിൽ അരങ്ങേറപ്പെട്ട VTയുടെ നാടകം ഏതായിരുന്നു? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കാണ് യോഗക്ഷേമ സഭയുടെ വാർഷിക സമ്മേളനത്തിൽ അരങ്ങേറപ്പെട്ട VTയുടെ നാടകം.
PT-യുടെ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ തുറന്നു കാട്ടിയ നാടകം ഏതായിരുന്നു? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ്. ഇത് പുറത്തിറങ്ങിയ വർഷം എന്നായിരുന്നു? 1929. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയായിരുന്നു? എടക്കുന്നിയാണ്. എടക്കുന്നി. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? സാധുജന പരിപാലന സംഘമാണ്. സാധുജന പരിപാലന സംഘം. ആരാണ് സാധുജന പരിപാലന സംഘം ആരംഭിച്ച നവോത്ഥാന നായകൻ? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഏത് വർഷത്തിലാണ്? 1907. പിന്നോക്ക സമുദായങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ മോചനത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന ഏതാണ്? സാധുജന പരിപാലന സംഘം. ഇത് സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന ഏതാണ്? SNDP ആണ്. SNDP ആണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന. സാധുജന പരിപാലന യോഗത്തിന്റെ പ്രഥമോദ്ദേശം എന്തായിരുന്നു? വിദ്യാലയ പ്രവേശനം നേടുകയായിരുന്നു. സാധുജന പരിപാലന യോഗത്തിന്റെ പുതിയ പേരെന്തായിരുന്നു? പുലയ മഹാസഭയാണ്. പുലയ മഹാസഭയാണ് സാധുജന പരിപാലന യോഗത്തിന്റെ പുതിയ പേര്. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ ഉണ്ടാക്കിയ വർഷം എന്തായിരുന്നു? 1938. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെട്ടിരുന്ന ഏതാണ്? സാധുജന പരിപാലനിയാണ്. സാധുജന പരിപാലനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത്. സാധുജന പരിപാലന യോഗത്തിന്റെ മുഖപത്രം ഏതായിരുന്നു? സാധുജന പരിപാലനിയാണ്. ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെയാണ്? ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ് ആണ്. സാധുജന പരിപാലനയുടെ മുഖപത്രാധിപർ ആരായിരുന്നു? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ ഏത് വർഷത്തിലാണ് സമർപ്പിച്ചത്? 1896 സെപ്റ്റംബർ 3-നായിരുന്നു. ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയായിരുന്നു? 13,176. കേരളത്തിൽ 1896 നടന്ന ഈഴവ മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ നായകൻ ആരായിരുന്നു? ഡോക്ടർ പൽപു ആയിരുന്നു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യർ ആയിരുന്നു കേട്ടോ. ശങ്കര സുബ്ബയ്യർ ആയിരുന്നു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കേണ്ട വർഷം എന്നായിരുന്നു? 1990. ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിനാണ് കേട്ടോ. കഴ്സൺ പ്രഭുവിന്. NSS സ്ഥാപിച്ചത് ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവാണ്. SNDP സ്ഥാപിതമായ വർഷം SNDP സ്ഥാപിച്ചതാണ്. SNDP സ്ഥാപിച്ചത് ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. SNDP സ്ഥാപിതമായ വർഷം എന്നായിരുന്നു? 1903 മെയ് 15. SNDPയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? കൊല്ലത്താണ്. കൊല്ലത്താണ് SNDPയുടെ ആസ്ഥാനം. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെട്ടിരുന്ന സംഘടന ഏതായിരുന്നു? വാവൂട്ട് യോഗമാണ്. വാവൂട്ട് യോഗമാണ് SNDPയുടെ മുൻഗാമിയായി അറിയപ്പെട്ടിരുന്ന സംഘടന. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതി ഏതാണ്? വാവൂട്ട് യോഗമാണ്. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജമാണ്. ഇന്ത്യയിലെ ആദ്യകാല നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഒന്നായ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനം ഏതായിരുന്നു? സമത്വ സമാജമാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. 1836. സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടത് ശുചീന്ദ്രമാണ്. കന്യാകുമാരി ജില്ലയിലെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്താണ് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടത്. ഒരേ ജാതി, ഒരേ മതം, ഒരേ ദൈവം, ഒരേ ഉലകം, ഒരേ അരശ്. ഈ ആപ്തവാക്യം ആരാണ് പ്രചരിപ്പിച്ചത്? ഇത് പ്രഖ്യാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. തമിഴിലാണ് ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ അരശ് എന്നൊക്കെ ഈ ആപ്തവാക്യം പ്രഖ്യാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യർ ആയിരുന്നു. ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണം നമ്മൾ പറഞ്ഞതാണ് 13,176. അടുത്ത് എതിർ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് മഹാരാജാവിന് സമർപ്പിച്ചത് എന്തായിരുന്നു? 1891 ജൂൺ 3-നായിരുന്നു. എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയായിരുന്നു? E. രാമയ്യർ, രാമനാഥൻ റാവു എന്നിവരൊക്കെയായിരുന്നു. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം ഏതായിരുന്നു? ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹളയാണ് കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരെന്താണ്?
മേൽമുണ്ട് സമരം ചാന്നാർ ലഹളയാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിയ ദിവസം എന്നായിരുന്നു? 1859 ജൂലൈ 26. ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ് ആരായിരുന്നു? വൈകുണ്ഠസ്വാമികളാണ് ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ്. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ചാന്നാർ ലഹള. ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം ഏതായിരുന്നു? 1822. ഇനി ചാന്നാർ ലഹള നടന്ന വർഷം 1859. രണ്ടാമത്തേത് നടന്നത് ഉദയംപേരൂർ സൂനകദോസിന്റെ തുടർച്ചയായി നടന്ന ചരിത്ര സംഭവം ഏതാണ്? കൂനൻ കുരിശ് സത്യമാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ ലത്തീൻ സഭയാക്കാനുള്ള ശ്രമത്തിനെതിരായി നടന്ന പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതും കൂനൻ കുരിശ് കലാപമാണ്. 1853 കൂനൻ കുരിശ് കലാപം അല്ലെങ്കിൽ കൂനൻ കുരിശ് സത്യം നടന്നത്. കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് കാരണമായത് എന്താണ്? ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്ന പ്രചാരണമാണ് കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് കാരണമായത്. കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനികൾ മെത്രാപോലിത്തയെ അഭിഷേകം ചെയ്ത വ്യക്തി ആരാണ്? ആർച്ച് ഡീക്കൺ തോമസ് ആണ്. മാർ തോമ ഫസ്റ്റ് എന്ന് പറയും. മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിന് ഇടയാക്കിയ സംഭവം ഏതാണ്? കൂനൻ കുരിശ് പ്രതിജ്ഞയാണ്. കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്ന വർഷം 1653 പോർച്ചുഗീസ് കാലത്ത് കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലുണ്ടായ പ്രധാന സംഭവം ഏതായിരുന്നു? ഉദയംപേരൂർ സൂനകദോസ്. 1599 ഉദയംപേരൂർ സൂനകദോസ് നടന്നത്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് അഭിമുഖ്യമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉദയംപേരൂർ സൂനകദോസ് ആണ്. ഉദയംപേരൂർ സൂനകദോസ് വിളിച്ചു കൂട്ടിയത് ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു ഉദയംപേരൂർ സൂനകദോസ് വിളിച്ചു കൂട്ടിയത്. ഇത് നടന്ന വർഷം എന്നായിരുന്നു? AD 1599. ഉദയംപേരൂർ സൂനകദോസിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയായിരുന്നു? 813 പ്രതിനിധികളാണ് ഉദയംപേരൂർ സൂനകദോസിൽ പങ്കെടുത്തത്. ഉദയംപേരൂർ സൂനകദോസിൽ പങ്കെടുത്ത അൽമായരുടെ എണ്ണം എത്രയാണ്? 660. ഇതിൽ പങ്കെടുത്ത വൈദികരുടെ എണ്ണം 153. അടുത്ത ഉദയംപേരൂർ സൂനകദോസിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? അലക്സിസ് ഡി മെനസിസ് ആണ്. ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ക്രൈസ്തവർ റോമിലെ പോപ്പിന് കീഴിൽ വരാൻ കാരണമായ സംഭവം ഏതായിരുന്നു? ഉദയംപേരൂർ സൂനകദോസ്. അടുത്ത് നോക്കിയ 5 തെങ്ങ് കലാപം നടന്ന ജില്ല ഏതായിരുന്നു? 5 തെങ്ങ് കലാപം നടന്നത് തിരുവനന്തപുരത്താണ്. 5 തെങ്ങ് കലാപം നടന്നത്. അടുത്ത ബ്രിട്ടീഷ് 5 തെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം എന്നായിരുന്നു? 1695. 1695 ബ്രിട്ടീഷ് 5 തെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതായിരുന്നു? ആറ്റിങ്ങൽ കലാപമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 തെങ്ങ് കലാപവും ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപവുമാണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഉണ്ടായ ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്നുണ്ടായ ഉടമ്പടി. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതാവ് കേളപ്പൻ. അടുത്ത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ശരിയായിട്ടുള്ളവ തിരഞ്ഞെടുക്കണം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവർ 32. പയ്യന്നൂർ അറിയപ്പെടുന്നത് 2ാം ബർദോളി എന്നാണ്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് വല്ലഭായ് പട്ടേലാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയാണ്. 32 പേര് പങ്കെടുത്തു. പയ്യന്നൂരിന് 2ാം ബർദോളി എന്നറിയപ്പെടുന്നു. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് വല്ലഭായ് പട്ടേലാണ്. ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. അടുത്ത് ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉളിയത്ത് കടവിലാണ് ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ ആദ്യ ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണ് ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ ആദ്യ ഭരണാധികാരി. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗ ദർശിനി വായനശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോടാണ് ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗ ദർശിനി വായനശാല സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? രാഘവൻ പിള്ളയാണ് കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടിരുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡിലനോയാണ്
കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരുടെ സൈന്യത്തിന് നേതൃത്വം നൽകിയത്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡിലനോയാണ്. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ ഉപ്പു സത്യാഗ്രഹം നയിച്ചവരിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? പാലക്കാട് ഉപ്പു സത്യാഗ്രഹം നയിച്ചത് കൃഷ്ണസ്വാമി അയ്യറും കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹ്മാനും തമിഴ്നാട് സി രാജഗോപാലാചാരി, ധാരാസന സരോജിനി നായിഡു. അപ്പൊ ഇവിടെ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ.